കനത്ത മഴയെ തുടർന്ന് ഒമാനിൽ 2 മരണം. തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടാണ് 2 പേർ മരിച്ചത്. മവാന പ്രദേശത്ത് വീടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്തി. മുഹമ്മദ് റഹീസ് ഉണ്ട് വിവരങ്ങളുമായി. മുഹമ്മദ് റഹീസ്, എങ്ങനെയാണ് ഈ രക്ഷാപ്രവർത്തനങ്ങളൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നത്? നിലവിൽ അതീവ ദുഃഖകരമായിട്ടുള്ള വിവരമാണ് ഒമാനിൽ നിന്ന് പുറത്തു വരുന്നത്. ഇന്നലെ ഒമാന്റെ പല ഭാഗത്തും മഴയുണ്ടായിരുന്നു. ഇന്ന് രാവിലെയോടുകൂടി മഴ ശക്തിപ്പെട്ടു. വരും ദിവസങ്ങളിൽ മഴയുണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. അതിനിടയിലാണ് ഇപ്പോൾ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനം ഒഴുക്കിൽപ്പെട്ട് 2 പേർ മരിച്ചിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തു വരുന്നത്. ഇവരുടെ വിശദമായിട്ടുള്ള വിവരങ്ങൾ ലഭ്യമല്ല. ഇവർ ഒമാനിൽ തന്നെ ഉള്ളവരാണോ അല്ലെങ്കിൽ ഈ പ്രവാസികളാണോ എന്നതൊന്നും സംബന്ധിച്ച് കൃത്യമായിട്ടുള്ള വിവരം കിട്ടിയിട്ടില്ല. പക്ഷേ ഈ തെക്കൻ ബാത്തിന ഗവർണറേറ്റിൽ വാഹനം ഒഴുക്കിൽപ്പെട്ടതിനെ തുടർന്നാണ് 2 പേർ മരിച്ചിരിക്കുന്നത് എന്നുള്ള വിവരം പുറത്തു വന്നിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മവാല പ്രദേശത്ത് ഒരു വീടിനുള്ളിൽ കുടുങ്ങിയ 8 സ്ത്രീകളെയും 12 കുട്ടികളെയും രക്ഷപ്പെടുത്തിയിട്ടുണ്ട് എന്ന വിവരം കൂടി പുറത്തു വരുന്നുണ്ട്. 3 വാഹനങ്ങൾ ആകെ ഒഴുക്കിൽപ്പെട്ടു പോയിട്ടുണ്ട്. ഈ ഒരു മഴയുടെ ദൃശ്യങ്ങളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാവും. തീവ്രമായിട്ടുള്ള വെള്ളക്കെട്ട് പല റോഡുകളിലുമുണ്ട്. പ്രധാനപ്പെട്ട റോഡുകളിലൊക്കെയും വെള്ളക്കെട്ടായതിനാൽ പലയിടങ്ങളിലും ഇപ്പോൾ യാത്രയ്ക്ക് വലിയ ബുദ്ധിമുട്ടുണ്ട്. ഒപ്പം തന്നെ ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരോട് പ്രത്യേക ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒമാൻ പോലീസ് വിവിധയിടങ്ങളിൽ ക്യാമ്പ് ചെയ്തുകൊണ്ട് ഈ താഴ്ന്ന പ്രദേശത്ത് താമസിക്കുന്നവരുടെ സുരക്ഷയെ അതിന്റെ മുന്നൊരുക്കങ്ങളൊക്കെ നടത്തി വരികയാണെന്നാണ് അറിയിക്കുന്നത്. എന്തായാലും ഈ തെക്കൻ ബാത്തിന, വടക്കൻ ബാത്തിന, ഒപ്പം തന്നെ എന്നീ ഭാഗങ്ങളിലാണ് ചില സ്ഥലത്ത് ഇന്ന് വൈകിട്ട് തീവ്രമായി തന്നെ മഴ പെയ്തത്. ഒപ്പം തന്നെ മുസന്തം, ദാഹിറ, ബുറൈമി, ദാഹിലിയ തുടങ്ങിയ ഇടങ്ങളിലും മഴ മുന്നറിയിപ്പുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടുള്ള മുന്നൊരുക്കങ്ങൾ നടന്നു വരികയാണ്. എന്തായാലും അവിടെ തുടർച്ചയായ 2 ദിവസം കൂടി മഴയുണ്ടാകും എന്നുള്ള വിവരം അത് ഒരു വളരെ ശ്രദ്ധിക്കേണ്ട വിവരം കൂടിയാണ്. കാരണം മറ്റ് രാഷ്ട്രങ്ങൾ പോലും അവിടെയുള്ള അവരുടെ പൗരന്മാരോട് ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ UAE അടക്കം അടുത്ത 2 ദിവസം ശക്തമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ള മുന്നറിയിപ്പുമുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ ഉണ്ടാകുന്നതിൽ നിന്നും തീവ്രമായിട്ടുള്ള മഴയുണ്ടാകും എന്നുള്ള കാര്യം ഉറപ്പാണ്. അതുകൊണ്ട് തന്നെ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു. എന്തായാലും 2 പേരാണ് നിലവിൽ മരിച്ചിരിക്കുന്നത്. മുഹമ്മദ് റഹീസാണ് വാർത്തയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.